plus y plus z is equal to a, 3x plus 4y plus 5z is equal to b, and 2x plus 3y plus 4z is equal to z. How we know solution if a is equal to b is equal to c is equal to 1, and how many solution if a is equal to b by 2 is equal to c is equal to 1. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ എയും ബിയും സിയും ആ കോൺസ്റ്റൻ്റ് ഉണ്ട്, അതിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിന് ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ലാതാകുന്നത് എ ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു സി, അതായത് എ ഈക്വൽ ടു 1, ബി ഇസ് ഈക്വൽ ടു 1, സി ഇസ് ഈക്വൽ ടു 1. എയും ബിയും സിയുടെയും വാല്യൂ 1 ആയി കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ആലോചിക്കേണ്ട കാര്യം, എപ്പോഴാണ് സിസ്റ്റത്തിന് സൊല്യൂഷൻ അല്ലാതെ തീരുന്നത്? സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ലെന്ന് പറയണമെങ്കിൽ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് റാങ്ക് ഓഫ് എയും പിന്നെ റാങ്ക് ഓഫ് എ ബിയും അത് നോട്ട് ഈക്വൽ ആയിരിക്കണം. ആ എയുടെയും എ ബിയുടെയും റാങ്കുകൾ നോട്ട് ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാലേ അത് നമുക്ക് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ഇല്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻസ്, ഹൗ മെനി സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ റാങ്ക് ഓഫ് എയും പിന്നെ റാങ്ക് ഓഫ് എ ബിയും നമ്മൾ ഈക്വൽ ആയിരിക്കണം. നമ്മളതിനെ ആർ എന്നെടുക്കുക. പിന്നെ നമ്പർ ഓഫ് അൺനോൺസ് n, അത് എന്തായിരിക്കണം? ലെസ് ദാൻ n വരണം. ലെസ് ദാൻ ആർ, റാങ്ക് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് വന്നു കഴിഞ്ഞാലേ ഹൗ മെനി സൊല്യൂഷൻസ് നമുക്കൊന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഇവിടെ എ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം. അതുപോലെ ബി ബൈ 2 ഈക്വൽ ടു 1 മീൻസ് ബി ഈസ് ഈക്വൽ ടു 2 ആൻഡ് സി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അതായത് എ ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 2 ആൻഡ് സി ഈസ് ഈക്വൽ ടു 1. ഈ ഒരു വാല്യൂസിനായിരിക്കണം നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ സിസ്റ്റത്തിന് മെനി സൊല്യൂഷൻസ് അല്ലെങ്കിൽ മോർ ദാൻ 1 സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻസ് നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഇതിൻ്റെ ഓഗ്മെൻറ്റ് മെട്രിക്സ് കണ്ടുപിടിക്കണം. സോ ലെറ്റ് എ ബി ഈസ് ഈക്വൽ ടു ഓഗ്മെൻറ്റ് മെട്രിക്സ് എ ബി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 1 1 1 1 1 1 എ, then 3 4 5 b, 3 4 5 b, then 2 3 4 c, 2 3 4 c. So here നമ്മളിതിനെ ഈ ഓഗ്മെൻറ്റ് മെട്രിക്സിനെ എക്ലോൺ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യാണ്. എക്ലോൺ ഫോമിൽ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ 1ൻ്റെ പിവറ്റ് എലമെൻ്റാണ് 1, ഈ 1ൻ്റെ താഴെയുള്ള 3 0 ആകണം, 2 0 ആകണം. നമുക്ക് 3 0 ആകണമെങ്കിൽ എന്താണ് ഓപ്പറേഷൻ ദാറ്റ് ഈസ് R2 ചേഞ്ചസ് ടു R2 മൈനസ് 3 R1. അതായത് ഈ ഫസ്റ്റ് റോയെ R1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 3 ആകും, ഇവിടെ 3 ആകും, ഇവിടെ 3 ആകും, ഇവിടെ 3a ആകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ R2ൽ നിന്നും നമ്മളതിനെ മൈനസ് ചെയ്യണം. ദെൻ അഗെയിൻ ദിസ് R3യുടെ ഈ എലമെൻറ്റിനെ, അതായത് ഈ 2നെ നമുക്ക് 0 ആക്കണമെങ്കിൽ ഈ 2നെ എന്ത് ചെയ്യണം? ഇതാണ് പിവറ്റ് എലമെൻറ്റ്, ഈ പിവറ്റ് എലമെൻറ്റിനെ ബേസ് ചെയ്താണ് ഇതിനെ 0 ആക്കേണ്ടത്. അപ്പം ഇതിനെ യൂസ് ചെയ്തിട്ട് വേണം, പിവറ്റ് എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് വേണം ഈ 2നെ 0 ആക്കാൻ. അപ്പോൾ അതായത് ഇവിടെ 2 ആയതുകൊണ്ട് ഈ 2 കൊണ്ട് ഈ ഫസ്റ്റ് റോയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഈ റോയിൽ നിന്നും ഈ റോ മൈനസ് ചെയ്യുന്നു. സോ R3 ചേഞ്ചസ് ടു R3 minus 2R1. So we can write 1 1 1a, 3 minus 3. Now this first row is changed to 3 3 3 3a. So we can subtract R3 minus 2R1, that is 3 minus 3 0, 4 minus 3 1, 4 minus 3 1, then 5 minus 3 is 2, then this is b minus 3a, so next one is equal to R3 changes to R3 minus 2R1. This is the operation R3 minus 2R1. So that is here. Now this R1 changes to, this is 2, right? This is 2, this is again 2, this is again 2, then this is 2a. That is 2 minus 2 is 0, 3 minus 2 is 1, 4 minus 2 is 2, then
This is C minus 2A. C minus 2A. So ഇവിടെ നമ്മൾ ഫസ്റ്റ് എക്കലോൺ ഫോമിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ദെൻ എക്കലോൺ ഫോമിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ്, അതാണ് പിവറ്റ് എലമെൻറ്റ്. ഈ പിവറ്റ് എലമെൻറ്റിനെ ഫോളോ ചെയ്ത് വരുന്ന ഈ കോളത്തിലെ ഈ എലമെൻറ്റിനെ എന്താക്കണം, ഇതിന് സീറോ ആക്കണം. ഇതിനെ മാത്രം സീറോ ആക്കിയാൽ മതി. സോ ഇതിനെ സീറോ ആക്കണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് തന്നെ, അതായത് R3 നിന്നും R2 നമുക്ക് മൈനസ് ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് ദ ഓപ്പറേഷൻ R3 ചേഞ്ചസ് ടു അഗൈൻ R3 ചേഞ്ചസ് ടു R3 മൈനസ് R2. സോ 1 1 1A നമുക്ക് ഒരു ചേഞ്ചും ഇല്ല. അതായത് 0 1 2 B മൈനസ് 3A ഇവിടെയും ഒരു ചേഞ്ചും ഇല്ല. അടുത്തത് 0 മൈനസ് 0 0 ഹിയർ this 0 minus 0 0, then 1 minus 1 it is 0, then 2 minus 2 again this is 0, then we have C minus 2A minus B plus 3A, that is minus 2A plus 3A is A minus B plus C. So A minus B plus C. So this is our echelon form. Now we can check the given matrix is echelon form or not. Yes, it is clearly it is echelon form because ഇവിടെ 1ൻ്റെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെയുള്ള 0 ആയി, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആണ്, അതിൻ്റെ താഴെയുള്ള 0 ആയി, പിന്നെ തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഇതാണ്, ഇതിൻ്റെ താഴെയുള്ളതൊന്നും അതിൻ്റെ താഴെയുള്ള വേറെ റോ ഇല്ല. സോ ദിസ് ഈസ് ദ echelon ഫോം. ഹിയർ നമുക്കിവിടെ കേസ് 1 ഡിസ്കസ് ചെയ്യാം. കേസ് 1 എന്ന് പറഞ്ഞത് ഇഫ് A ഈക്വൽ ടു B ഈക്വൽ ടു C is equal to 1, ദറ്റ് ഈസ് എയും ബിയും സിയും ആ ഓരോന്നിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ നമുക്കിതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓരോന്നിൻ്റെ വാല്യൂ നമ്മൾ ഈ മെട്രിക്സിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ മെട്രിക്സ് ബിക്കം 1 1 1 1, ദറ്റ് ഈസ് A is equal to 1 0 1 2. ഹിയർ ബിയും 1 ആണ്, ഇവിടുത്തെ എയും 1 ആണ്. സോ 1 മൈനസ് 3. സോ 1 മൈനസ് 3 ഈസ് മൈനസ് 2. അഗൈൻ 0 0 0. ഹിയർ 1 മൈനസ് 1 പ്ലസ് 1, ദറ്റ് ഈസ് അഗൈൻ ഹിയർ ഇറ്റ് ഈസ് 1. സോ this become, now we can check the rank of this each matrix, that is augment matrix and rank of A. So here it is A and the full matrix is AB. So എയുടെ റാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ 2 ആണ്. 2. എ ബിയുടെ റാങ്ക് എന്നുള്ളത് നമുക്കറിയാം, അത് 3 നോൺ സീറോ റോസ് ഉണ്ട്, അത് 3 ആണ്. അതായത് ഫസ്റ്റ് 1 2 3. So here therefore rank of A is not equal rank of AB. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, രണ്ടിൻ്റെ റാങ്ക് സെയിം അല്ലെങ്കിൽ we can say that the system is inconsistent. അപ്പോൾ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ therefore there is no solution. So this is the first case. അതായത് നമ്മളത് പ്രൂവ് ചെയ്തു, എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ 1 ആണെങ്കിൽ സിസ്റ്റത്തിന് സൊല്യൂഷനിൽ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ്, സോ ദർ ഈസ് നോ സൊല്യൂഷൻ. നമുക്ക് ഇനി കേസ് 2 എടുക്കാം. കേസ് 2 ഈസ് എ ഈസ് ഈക്വൽ ടു ബി ബൈ 2 ഈസ് ഈക്വൽ ടു സി ഈസ് ഈക്വൽ ടു 1. ഇതിൻ്റെ മീനിങ് എ ഈസ് ഈക്വൽ ടു 1, ബി ബൈ 2 ഈസ് ഈക്വൽ ടു 1, സി ഈസ് ഈക്വൽ ടു 1. സോ ദറ്റ് ഈസ് എ ഈക്വൽ ടു 1, ബി ബൈ 2. b by 2 means b is equal to 2, then c is equal to 1. ഈ കേസിൽ സിസ്റ്റത്തിന് എന്താ സംഭവിക്കുന്നത് നോക്കാം. സോ വി ഹാവ് ദിസ് സിസ്റ്റം. ഇവിടെ എക്ക് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് എക്ക് ഇസ് ഈക്വൽ ടു 1, ദെൻ ബിയുടെ വാല്യൂ ഇവിടെ 2 ആണ്. 2 മൈനസ് 3 into 1, that is minus 1, and next one this is a value 1 minus 2 plus 1, so the value is 0. The total value a minus b plus c is equal to 0. Here also rank of a is equal to rank of ab. രണ്ടിൻ്റെ റാങ്ക് സെയിം ആണ് നമുക്ക് കിട്ടി.
അതായത് നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇവിടെ 2 ഉള്ളൂ, സോ റാങ്ക് ഈസ് ഈക്വൽ ടു 2. വി ക്യാൻ റൈറ്റ് ആർ ഈസ് ഈക്വൽ ടു 2 ആൻഡ് ഹിയർ എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ഇവിടെ എക്സും വൈ ഇസഡ് ആണ്, അതായത് 3 കിട്ടി. സോ ദാറ്റ് ഈസ് ആർ ലെസ് ദാൻ എൻ, ദിസ് കണ്ടീഷൻ ഈസ് എക്സിസ്റ്റ്. അപ്പോൾ ആർ ലെസ് ദാൻ 1 എന്ന് വന്നു കഴിഞ്ഞാൽ ദെർഫോർ ദ സിസ്റ്റം ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. Infinite number of solution. സോ ഈ രണ്ട് കേസ് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഫസ്റ്റ് കേസ് എയും ബിയും സിയുടെ വാല്യൂ 1 ആണെങ്കിൽ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എ ഈസ് ഈക്വൽ ടു ബി ബൈ 2 ഈസ് ഈക്വൽ ടു സി ഈസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് എ ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 2, സി ഈസ് ഈക്വൽ ടു 1. ആ ഒരു കണ്ടീഷനിൽ സിസ്റ്റത്തിൽ എന്ത് ചെയ്യും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അത് നമ്മൾ പ്രൂവ് ചെയ്തു.